ശ്രീകൃഷ്ണ സ്കൂളിൽ വെച്ച് നടത്തിയ 97 നടത്തിയ മത്സരത്തിൽ ഞാൻ വിചാരിച്ച അതേ മത്സരത്തിൻ്റെ വിധി വന്നു 3ാം സ്ഥാനം. അതിപ്പോഴും ഓർക്കുക. കാരണം അതാണ് നമ്മളെ മിമിക്രി ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൈസ്. 3ാം സ്ഥാനം അന്ന് എനിക്ക് എന്താ പറയുക, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലാ. ഇത് കിട്ടാൻ കാരണം എന്താ പറയുക, അന്ന് പഠിക്കുക എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയ സംഭവം. അതും എൻ്റെ മാമൻ്റെ വീട്ടിലാണ് എന്നെ കൊണ്ടുപോയിട്ട് നിർത്തുന്നത്, നെന്മിനിയിൽ. പഠിക്കണം, അപ്പോൾ പഠിക്കണം എന്നുള്ള സാധനം. അപ്പോൾ ക്ലാസ് ഫസ്റ്റ്, അത് യൂറീക്ക പരീക്ഷ ഫസ്റ്റ്, മറ്റേ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ പഠിപ്പ് എന്നുള്ള ലെവലിൽ കുറച്ച് അഹങ്കാരം നമുക്കുണ്ടാവും. കാരണം ഏറ്റവും നല്ല മാർക്ക് കിട്ടണു, എല്ലാത്തിലും ഫുള്ള് കിട്ടണു, അതിന് ഒരു മാർക്ക് കുറയണം. അപ്പോൾ എല്ലാവരും പുച്ഛം എന്നുള്ള ഭാവം. അപ്പോൾ ജില്ലാ മത്സരം നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്ന തൃശ്ശൂരിലെ 5 വിദ്യാർത്ഥികളില്ല, പണ്ടത്തെ യൂറിക്ക വിജ്ഞാനോത്സവത്തിൽ മത്സരം. അഹങ്കാരിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സ്റ്റേറ്റിൽ ഒരു പ്രബന്ധം 6ാം ക്ലാസ്സിൽ പ്രബന്ധം, ഇതൊക്കെ പറയുമ്പോൾ ഞെട്ടും. എൻ്റെ ഈ ലൈനേ അല്ല. പ്രബന്ധം അവതരിപ്പിക്കാൻ പാപ്പുട്ടി മാഷ, അവർ കുറേ സയൻറ്റിസ്റ്റുകളൊക്കെ വന്നിട്ടാണ്, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ. അപ്പോൾ ഒരു പ്രബന്ധം ഞാനും അവതരിപ്പിച്ചു. അപ്പോൾ ഉള്ളിലിങ്ങനെ എന്താ പറയുക, അങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയിരിക്കുന്ന നേരത്തെ എനിക്ക് സമ്മാനം. അടുത്തത് പ്രതിജ്ഞൻ എന്ന് പറയുമ്പോൾ ഈ സമ്മാനം മേടിക്കാൻ ഞാൻ കയറും. അപ്പോൾ ഗംഭീര കേടി, പ്രതിജ്ഞൻ വണക്കം, ഗംഭീര സാധനം. എനിക്കൊന്നും കേൾക്കാലോ, ആകെ എന്താ പറയുക സന്തോഷമയം. ഞാനത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഗ്യാപ്പ് വന്നപ്പോൾ ഒരു ചേട്ടൻ കയറിയിട്ട്, കുറച്ച് പ്രായമുണ്ട്, ആ ചേട്ടൻ കയറി മിമിക്രി ചെയ്തു. എനിക്ക് ഈ സമ്മാനം കിട്ടിയപ്പോൾ മാത്രമുള്ള കയ്യടിയും, അദ്ദേഹം ഓരോ ഐറ്റം ഓരോ നടന്മാർ ചെയ്ത് പോകുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കയ്യടി ഈ ചേട്ടന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആഹാ ഇതിന് എൻഡില്ല. നമുക്കിത് കഴിഞ്ഞ് ഇറങ്ങി പിന്നെ അടുത്തിരിക്കുന്ന ആൾ പോലും എന്നെ നോക്കണില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ ആ ഒരു സാധനം തലയിലിട്ടുണ്ട്. അങ്ങനെയാണ് തപ്പി 7 കഴിഞ്ഞു 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് തപ്പി സൈക്കിളുമ്പോഴാണ് ഗുരുവായൂരിന്ന് കലാസാഗറിൽ ജോളിവില്ല, മറക്കില്ല, അവിടെയാണ് നമ്മുടെ പ്രാക്ടീസും സാധനങ്ങൾ. അപ്പോൾ ഞാൻ കാണുന്ന കുറേ കലാകാരൻ, അപ്പോൾ ശ്രീനാഥേട്ടൻ ചെയ്യുന്ന ഫീമെയിൽ വോയിസിലെ പാട്ട്, സുബിൻ ബായുടെ സ്ട്രിങ്സ്, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അത്ഭുതമാണ്. അന്നൊന്നും നമ്മുടെ തൃശ്ശൂർ അങ്ങനത്തെ ഒരു സംഭവം സമിതി ഇല്ല എന്ന് തന്നെ പറയാം. കലാസാഗർ പാർട്ടി എന്നുള്ള കലാസാഗർ ഗംഭീര ഇതായിരുന്നു. അപ്പം അതിൽ എൻ്റെ റോൾ എന്താണെന്ന് ജമീൻ ചേട്ടൻ അറിയാം. ഓരോ അടി കിട്ടുമ്പോഴേക്ക് മെയിൻ എനിക്ക് ക്യാരക്ടറൊന്നുമില്ല, എടുത്തു എന്ന് പറയല്ല. കലാസാഗർ സൈഡിൽ മയക്കുണ്ടാവും, സൈഡിൽ ആ മയക്കത് ഇതൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കുക. കരോക്കെ മറ്റേ അന്ന് കരോക്കെയാണ് നമ്മുടെ മിമിക്സ് ഗാനമേളയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതാണ് അന്നത്തെ ബീറ്റ് ബോക്സ്.